Hari Om and good morning. Welcome to the online class of Chinmaya Mission College. ഇന്ന് നമ്മൾ ഇന്നലെ ചെയ്തതിൻ്റെ ബാക്കി ഒരു പ്രോബ്ലം കൂടി ഉണ്ട്. ഇത് കഴിഞ്ഞാലേ നമുക്ക് അടുത്തതിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. ഇതിൽ ഈ പ്രോബ്ലം ഇങ്ങനെയായിരിക്കും സാധാരണ പ്രോബ്ലം തരാം. ഇന്നലെ തന്നോണം തരാണ്ട ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. ഇന്നലെ തന്നതിൻ്റെ പ്രത്യേകത വി വോണ്ട് ബി ഗിവൺ ദ പേ ഓഫ് ടേബിൾ, വി ഹാവ് ടു പ്രിപ്പയർ ദ പേ ഓഫ് ടേബിൾ. അതുപോലെ തന്നെ നമ്മൾ ഓപ്പർച്യൂണിറ്റി ലോസ് ടേബിളും ദാറ്റ് ഈസ് നോട്ട് എസ് എ റിഗ്രറ്റ് ടേബിളും നമ്മൾ തന്നെ ഉണ്ടാക്കണം. ഞാൻ അത് ഇന്നലെ പറഞ്ഞതാണ്. റിഗ്രറ്റ് ടേബിളും ഉണ്ടാക്കണം, അതുപോലെ പേ ഓഫ് ടേബിൾ ഉണ്ടാക്കണം. പക്ഷേ ഇന്നത്തെ പ്രോബ്ലത്തിന് അങ്ങനെയല്ല. ഇതിനാണ് കൂടുതൽ സാധ്യത. വി ആർ ഓൾറെഡി ഗിവൺ ദ പേ ഓഫ് ടേബിൾ. നമുക്ക് പേ ഓഫ് ടേബിൾ തന്നിട്ടുണ്ട്. ഓരോ ആക്ഷൻ്റെയും ഓരോ സ്ട്രാറ്റജിയുടെയും ഓരോ ആക്ടിൻ്റെയും ഗിവൺ ദ ഈവൻസ്. ഓരോന്നിനും ഈവൻ്റ് തരില്ലോ. നമ്മളത് സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതുണ്ട്. അതിനാണ് ഈവൻ്റ് എന്ന് പറയുന്നത്. അതിൽ വി ആർ നോട്ട് ഹാവിങ് എനി കൺട്രോളൊന്നുമില്ല. ആ സമയത്ത് ആക്ട്സ് അഥവാ ആക്ഷൻ അഥവാ സ്ട്രാറ്റജിയിൽ ദാറ്റ് വി ക്യാൻ കൺട്രോൾ, ദാറ്റ് ദേ ആർ അണ്ടർ അവർ കൺട്രോൾ. അത് നമ്മുടെ കൺട്രോളിലാണ്. ഇവിടെ പേ ഓഫ്, ഓരോ ആക്ഷനിൽ നിന്നും കിട്ടുന്ന പേ ഓഫ് ഓൾറെഡി ഗിവൺ. നമ്മൾ ഇന്നലെ അത് കണ്ടുപിടിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അവർ ഓൾറെഡി ഗിവൺ പേ ഓഫ് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പേ ഓഫ് ടേബിൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല. അത് പറഞ്ഞിട്ടുമുണ്ട്. നോക്കൂ, പേ ഓഫ് 3 acts A, B, C. The state of nature P, Q are given below. State of nature. കേട്ടല്ലോ. This one is known as the event, and this one that is known as the acts, that is known as the strategy, that is also known as the actions. ഇതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇത് ഈവൻറ്റുകളാണ്. ഇതിൽ നമുക്ക് യാതൊരു കൺട്രോളും ഇല്ല. മറിച്ച് ഒരു കാര്യം നമുക്ക് തന്നിട്ടുണ്ട്. ദ പ്രോബബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ ആർ 0.5, 0.1 and 0.4 റെസ്പെക്റ്റീവ്ലി. ഇത് ഈ പി ക്യു ആർ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. പി സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി 0.5 എന്നാണ്. ക്യൂ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി 0.1 എന്നാണ്. ക്യൂ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി 0.4 ആണ്. ഇത് മൂന്നും കൂടി കൂട്ടിയാൽ 1 ആണ് കേട്ടോ. കേട്ടില്ല. 5, 4, 9, 10. ഓരോന്നിൻ്റെയും പ്രോബബിലിറ്റി 0.5 ആണ് പി സംഭവിക്കാനുള്ളതെങ്കിൽ ക്യൂ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി 0.1 ആണ്. കാണില്ലേ? തിരിഞ്ഞ ഇതിനിടെ കൂടെ ശ്രദ്ധിക്കും. 0.1 ആണ്. അതോടൊപ്പം ആർ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 0.4 ആണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഓരോന്നിൻ്റെയും ഫസ്റ്റ് ആക്ട്, ഫസ്റ്റ് സ്ട്രാറ്റജിയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പിയുടെ കേസിൽ നമുക്ക് ലാഭമൊന്നുമില്ല, നഷ്ടേ വരുള്ളൂ, -35. പക്ഷേ ക്യൂവിൻ്റെ കേസിൽ 250 ക്യൂ ആണ് എങ്കിൽ, ഇതാണ് സ്റ്റേറ്റ് ഓഫ് നേച്ചർ എങ്കിൽ, ഈ ഈവൻ്റ് ആണ് എങ്കിൽ 250 കിട്ടും. ആറിൻ്റെ കേസിൽ 550 കിട്ടും. ബി ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ പിയുടെ കേസിൽ 120 ആണ്, ക്യൂയുടെ കേസിൽ നഷ്ടമാണ്, ആറിൻ്റെ കേസിൽ 650 കിട്ടും. സി ആണ് നമ്മൾ എടുക്കുന്ന സ്റ്റെപ്പ് എങ്കിൽ വി ആർ ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ് ദ തേർഡ് വൺ. അങ്ങനെയാണെങ്കിൽ പിയുടെ കേസിൽ നെഗറ്റീവാണ്, ഇതിൽ രണ്ടിലും പോസിറ്റീവാണ്. എന്നിട്ട് ചോദിക്കുകയാണേ, സ്റ്റേറ്റ് വിച്ച് ആക്ട് ക്യാൻ ബി ചോസൺ ആസ് ദ ബെസ്റ്റ് ആക്ട്. ഇതിൽ നിന്ന് ഏതാണ് നമ്മൾ തിരഞ്ഞെടുക്കുക? നമ്മളോട് ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല ഇയാൾക്ക് ലാഭം ഉണ്ടാക്കാനാണ്, ലാഭമാണോ ഇതിൻ്റെ ക്രൈറ്റീരിയ, അത് കോസ്റ്റ് ആണോ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. ലാഭമാണെങ്കിൽ പേ ഓഫ് ടേബിൾ വെച്ചിട്ട് നമുക്കതിനെ കാൽക്കുലേറ്റ് ചെയ്യാം. നഷ്ടത്തിൻ്റെ ആണെങ്കിൽ വി ഹാവ് ടു പ്രിപ്പയർ ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ടേബിൾ, ദാറ്റ് ഈസ് നോൺ എസ് എ റിഗ്രറ്റ് ടേബിൾ. റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കി, ഇത് പേ ഓഫ് ടേബിളാണ്. ഇതിൽ നിന്ന് റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഓക്കെ, യെസ്, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നു. ശ്രദ്ധിക്കും. ഇത് ഒന്ന് ശ്രദ്ധിച്ചാലേ ഇത് കാര്യങ്ങൾ നടക്കുള്ളൂ. കേട്ടല്ലോ. ഏത് ആക്റ്റാണ് അയാൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആക്ട്? രണ്ടെണ്ണത്തിലും കാണണം. ഒന്ന് പ്രോഫിറ്റിൻ്റെ ബേസിസിൽ ഏത് ആക്റ്റാണ് നല്ലത്, അതുപോലെ തന്നെ കോസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഏറ്റവും മിനിമം കോസ്റ്റ് ഏതാണ്, പ്രോഫിറ്റ് ആണെങ്കിൽ ഏറ്റവും മാക്സിമം പ്രോഫിറ്റ് ഏതിൽ നിന്നാണ് കിട്ടാം.
നമ്മളപ്പോൾ ഒരു കാര്യം ചെയ്യാണ്, ആദ്യം തന്നെ നമ്മൾ EMV കാണുകയാണ്. ആദ്യം പ്രോഫിറ്റിൻ്റെ ആണ് കേട്ടോ. EMV ഫോർ എ, ആദ്യത്തേതിൻ്റെ EMV കാണുന്നു. EMVയുടെ അർത്ഥം നിങ്ങൾക്കറിയാം, എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ഫോർ ഈച്ച് ആൻഡ് എവരി ആക്ഷൻ. ആദ്യത്തെ ആക്ഷൻ ഇതാണ്, അതിൻ്റെ പ്രോബബിലിറ്റി കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് 0.1 അതാണ് രണ്ടാമത്തെ പ്രോബിലിറ്റി, അതിനെ 250 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മനസ്സിലായല്ലോ? അങ്ങനെ ഓരോന്നിനെയും കറസ്പോണ്ടിങ് ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കേട്ടല്ലോ? ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് റോ വൈസ്. കേട്ടല്ലോ? റോ വൈസ് അല്ല, കോളം വൈസ് ആണ് നമ്മളത്. ഇതിന് ഇതുകൊണ്ട് പ്ലസ് ഇതിന് ഇതുകൊണ്ട് പ്ലസ് ഇതിന് ഇതുകൊണ്ട്. അപ്പോൾ ആദ്യത്തേത് എന്താ പറഞ്ഞത്? 0.5 ഇൻറ്റു -35 പ്ലസ്, കാണാൻ ബുദ്ധിമുട്ടുണ്ട് ഇല്ലേ, 0.1 ഇൻറ്റു 250 പ്ലസ് 0.4 ഇൻറ്റു 550. ശരിയാണല്ലോ? 550. ദാറ്റ് ഗീവ്സ്, മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ യു വിൽ ബി ഹാവിങ് 227.5. നിങ്ങൾ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. 227.5. ഇതാണ് ആദ്യത്തെ ആക്ട് കൊണ്ട് ഇയാൾക്ക് കിട്ടുന്ന പ്രോഫിറ്റ്, എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ. അതിൽ മണി വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 227 രൂപ 50 പൈസയൊക്കെ കിട്ടും. ഒരെണ്ണത്തിൻ്റെ ആയിട്ടുള്ളൂ. ഇത് AD ആണ് EMV. അടുത്തത് EMV, ദാറ്റ് മീൻസ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ ഫോർ ബി. അതിനെങ്ങനെയാണ് കാണുന്നത്? 0.5 ഇൻറ്റു ഓരോന്നിനെയും 120 പ്ലസ് 0.1 ഇൻറ്റു -350 പ്ലസ് 0.4 ഇൻറ്റു 650. നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. യു വിൽ ബി ഹാവിങ് എ വാല്യൂ എസ് 285. 285 കാണുന്നില്ലേ? അത് 285. ഓക്കെ, രണ്ടാമത്തേൻ്റെയും കിട്ടി. മൂന്നാമത്തേൻ്റെ expected monetary value for C, third act, 0.5 into -100 plus 0.1 200 times plus 0.4 700 times. That gives എത്ര കിട്ടുന്നത് നോക്കൂ. അപ്പോൾ കിട്ടുന്നത് 250 കിട്ടും. മൂന്നെണ്ണത്തിൻ്റെയും കിട്ടി. കേട്ടല്ലോ? Here he wants to make the profit as the maximum. Profit maximization ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് പേ ഓഫ്. പേ ഓഫ് മീൻസ് പ്രോഫിറ്റ്. അങ്ങനെ വരുമ്പോൾ which action gives the maximum profit? The second action. That means the act B gives the maximum profit, 285. So we can say he will select this B for implementation. This is the best choice which gives him maximum profit. So he will select this one for implementation. ഇതാണ് അയാൾ നടപ്പാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മളിവിടെ എഴുതി ആക്ട് ബി will be selected. അതാണ് അയാൾക്ക് മാക്സിമം പ്രോഫിറ്റ് കൊടുക്കുന്നത്. അത് എത്ര കിട്ടുന്നത്? 285. ഓക്കെ, അപ്പം പ്രോഫിറ്റിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഹി വിൽ സെലക്ട് ബി ആണ്. വേറൊരു പേന എടുക്കട്ടെ. ഈ പേന ചില സമയങ്ങളിൽ ചില പേനകൾ അങ്ങനെയാണ്. ഈ പേന ഇനി എങ്ങനെ ഉണ്ടാവും? അപ്പം ആക്ട് ബി ആണ് പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ അയാൾക്ക് കിട്ടാം. അത് പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നത്. ഇനി നമുക്ക് നഷ്ടം വരാം. നഷ്ടം വരില്ല കേട്ടോ. അയാള് ആ സ്ട്രാറ്റജി എടുക്കാത്തതിന്റെ പേരിൽ അയാൾക്ക് നഷ്ടമായത്, അയാൾക്ക് ലഭിക്കാമായിരുന്ന തുക നഷ്ടമായി. അതാണ് നമ്മൾ അടുത്തതിൽ കാണുന്നത്. അതിന് നമ്മൾ ഉണ്ടാക്കേണ്ടത് എന്താണ്? റിഗ്രറ്റ് ടേബിൾ ആണ്. നോക്കൂ, ഞാൻ റിഗ്രറ്റ് ടേബിൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിരിക്കാം. എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് അഥവാ റിഗ്രറ്റ് ടേബിൾ. ഇതിൻ്റെ പേരാണ് റിഗ്രറ്റ് ടേബിൾ. നമ്മൾ നേരത്തെ അതേ പ്രോബ്ലം തന്നെ കേട്ടല്ലോ. നേരത്തെ അതേ പ്രോബ്ലം തന്നെ. ഞാനതൊന്ന്
ഇതാക്കി വെച്ചിരിക്കുകയാണ്. എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് എങ്ങനെ കണ്ടുപിടിക്കാം, അഥവാ റിഗ്രറ്റ് ടേബിൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. റിഗ്രറ്റ് ടേബിൾ കണ്ടുപിടിക്കണമെങ്കിൽ അത് ഈവന്റ് വൈസ് ആണ്, കോളം വൈസ് അല്ല. നമ്മൾ ഇത്ര നേരം ഇങ്ങനെയല്ലേ ചെയ്തിരുന്നത്, ഇത് ഈവന്റ് വൈസ് ആണ് കേട്ടല്ലോ. അപ്പം ഞാൻ ഇതിങ്ങോട്ട് എഴുതിയിട്ടു, എ ബി സി ആക്ടുകൾ എഴുതി, പ്രോബബിലിറ്റിയും എഴുതി വെച്ചു, പി ക്യു ആറും എഴുതി വെച്ചു. സ്റ്റേറ്റ് ഓഫ് നേച്ചർ ആണ്, ഇത് ഈവന്റ് ആണ്, ഇത് ആക്ട് ആണ് അഥവാ സ്ട്രാറ്റജിയാണ്. ഈ ഫിഗേഴ്സ് ഞാനിപ്പം എങ്ങനെ കിട്ടുന്നതെന്ന് പറഞ്ഞുതരാം. ഇതിൽ നിന്ന് നമ്മൾ നഷ്ടമാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. ഇതിൽ ഏറ്റവും വലിയ ഫിഗർ എടുക്കാം. സെലക്ട് ദ ലാർജസ്റ്റ് ഫിഗർ, ബിഗ്ഗസ്റ്റ് ഫിഗർ and subtract from that one each given figure. ഇതില് ഇത് ഈവൻ എന്താണ് റോ വൈസ് ആണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, അഥവാ ഈവന്റ് വൈസ് ആണ്. ഇതാണ് ഈവന്റ്, സ്റ്റേറ്റ് ഓഫ് നേച്ചർ, അതിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാണ്ട് ആക്ടിന്റെ അടിസ്ഥാനത്തിലല്ല. പി ക്യു ആർ ആണ്, അല്ലാണ്ട് എ ബി സിക്ക് അടിസ്ഥാനത്തിലല്ല. അപ്പം ഇതിൽ ഏറ്റവും വലുത് 120 ആണ്. ഓരോന്നിൽ നിന്ന് ഈ 120 120ൽ നിന്നും ഓരോന്ന് കുറയ്ക്കാം. 120ൽ നിന്നും കുറയ്ക്കുന്നു -35. 120ൽ നിന്നും എവിടെ ഒരു കഷ്ണം കടലാസ് കിട്ടുന്നു, 120ൽ നിന്നും കുറയ്ക്കുന്നു -35. ഞാൻ പറഞ്ഞതിന്റെ ചിഹ്നം മാറ്റി കൂട്ടിലാണ് ചെയ്യാം, 155. ഓക്കെ, ഇനി അപ്പൊ ആദ്യത്തെ കിട്ടി. രണ്ടാമത്തെ എത്രയാ, 120ൽ നിന്നും 120 കുറച്ചാൽ 0. മൂന്നാമത്തേത് 120ൽ നിന്നും കുറയ്ക്കുന്നു -100, കുറയ്ക്കുമ്പോൾ ചിഹ്നം മാറ്റുന്നു, കൂട്ടുന്നു 220. 155 0 120 ഇതാണ് കിട്ടുന്നത്. എവിടെയാണ്, ഇതെവിടെ എഴുതിയിട്ടിരിക്കുന്നു ഞാൻ, 155 0 220. അടുത്തതിന് നോക്കാം. ഇതിലെ ഏറ്റവും വലുത് ഏതാ, 250 ആണ്. ഇത് ഓരോന്നും ഇതിൽ നിന്ന് കുറയ്ക്കാം. ഇങ്ങനെ 250 250 കുറച്ചാൽ 0. -350ൽ നിന്നും 250ൽ നിന്നും കുറയ്ക്കുന്നു, -350 കുറയ്ക്കുമ്പോൾ ചിഹ്നം മാറ്റുന്നു, കൂട്ടുന്നു 600 കിട്ടി. മൂന്നാമത്തേത് 250ൽ നിന്നും ലെസ് ചെയ്യുന്നു, 200 ലെസ് ചെയ്യുമ്പോൾ 50 കിട്ടി. 0 650 0 650. ഓക്കെ, അടുത്തത് മൂന്നാമത്തേതിൽ ഏറ്റവും വലുത് ഏതാ, 650 അല്ലെ 700 ആണ്. 700ൽ നിന്ന് 550 പോയാൽ 150. 700ൽ നിന്ന് 650 പോയാൽ 50. 700ൽ നിന്ന് 70 പോയാൽ 0. 150 50 0. ഇനി ഇതിന്റെ എന്ത് കാണണം, ഈ ലോസിന്റെ EMV കാണണം. നമുക്ക് EMV എന്നല്ല നമ്മൾ അതിനെ പറയാ, EOL എന്നാണ് പറയാ, എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് എന്നാണ് പറയാ. അത് ഞാൻ ഇവിടെ ചെയ്യാം കേട്ടല്ലോ, ഈ ഡാറ്റ വെച്ചിട്ട് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് ഓഫ്. ആദ്യം നമ്മൾ ഏടെ കാണുന്നു, നേരത്തെ ചെയ്ത അതുപോലെ തന്നെ സംഖ്യകളൊന്നും മാറിയിട്ടുണ്ടേ ഉള്ളൂ. 0.5 into 155 plus 0.1 into 0 plus 0.4 into 115 is equal to 137.5 എന്ന് കിട്ടും. ഇതിന് കിട്ടുന്നത് 137.5 എന്ന് കിട്ടും. അടുത്തത് EOL, എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് അഥവാ റിഗ്രറ്റ് ഓഫ് B is equal to 0.5 into 0 ആയിട്ട് കഴിഞ്ഞു, പ്ലസ് 0.1 into 600 പ്ലസ് 0.4 into 50, 0.4 into 50. അതിന് എത്ര കിട്ടാ, അതിന് കിട്ടുന്നത് 80 കിട്ടും. ഓക്കെ, അതിന് കിട്ടുന്നത് 80 ആണ്. ഇനി മൂന്നാമത്തേത് ലാസ്റ്റ് വൺ സിയുടെ ആണ് നോക്കുന്നത്, EOL, എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ് ഓർ റിഗ്രറ്റ്
of C is equal to 0.5 into 220. 0.5 into 220. 0.5 into 220 plus 0.1 into 50. 0.1 into 50 plus 0.4 into 0 is equal to അതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 150 എന്ന് കിട്ടും. 115 എന്ന് കിട്ടി. കഴിഞ്ഞു. ഇനി നമ്മളിവിടെ ലോസ് ആണ് നോക്കുന്നത്. ലോസ് നോക്കുമ്പോൾ നമ്മൾ ഇവിടെ മോണിറ്ററി വാല്യൂ ഓഫ് പേ ഓഫ് ആണ് നോക്കിയത്, പ്രോഫിറ്റ് ആണ് നോക്കിയത്. അവിടെ അത് നോക്കിയപ്പോൾ നമ്മൾ എന്താ എടുത്തത്? മാക്സിമം ആണ് നമ്മൾ ഇവിടെ എടുത്തത്. കേട്ടല്ലോ, ഇവിടെ മാക്സിമം ആണ് നമ്മൾ എടുത്തത്. അല്ല, ഇതല്ലല്ലോ പേപ്പർ ആയിരുന്നത്, ഇവിടെ നേരത്തെ ചെയ്തത് വെച്ചത്. ഇതില് മാക്സിമം ആണ് നമ്മൾ എടുത്തത്, കാരണം പ്രോഫിറ്റ് മാക്സിമം ആയിരിക്കണം. പേ ഓഫ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ്. അത് മാക്സിമം ഏതാണോ തരുന്നത്, ബി ആണ്. ഇവിടെ നമ്മൾ ലോസ് ആണ് നോക്കുന്നത്, അഥവാ കോസ്റ്റിന്റെ കേസിലൊക്കെയാണ് ഇത് വരുന്നത്. ഏറ്റവും മിനിമം കോസ്റ്റ് ഏതാണോ വരുന്നത്, ഏറ്റവും മിനിമം ലോസ്, എന്തായാലും ലോസ് ആണ് വരുന്നുണ്ട്, പക്ഷെ മിനിമം ലോസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അല്ലാണ്ട് ഇവിടെ മാക്സിമം അല്ല, ഇവിടെ മിനിമം ആണ്. So we have to select this 80. That means again B should be selected. ഇവിടെ B തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യുന്നത്. B is selected for implementation. B ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. കോസ്റ്റിന്റെ കേസിൽ എത്ര വരുന്നത്? 80 ആണ്. ഏറ്റവും കുറഞ്ഞ കോസ്റ്റ് ഇതിനാണ്, അഥവാ ഏറ്റവും കുറഞ്ഞ എന്താണ് ലോസ്, ഏറ്റവും കുറഞ്ഞ ലോസ് ഇതിലാണ്. ലോസ് വരുന്നുണ്ടെങ്കിൽ തന്നെ ബാക്കിയുള്ളതിനേക്കാളൊക്കെ കുറവ് ഇതാണ്. അതാണ് ബി എന്ന് സെലക്ട് ചെയ്യും. ഇവിടെയും ബി തന്നെയാണ്. പ്രോഫിറ്റിന്റെ കേസ് നോക്കിയാലും ബി തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. കണ്ടല്ലോ, ബി ആണ് സെലക്ട് ചെയ്യുന്നത്, കാരണം അതിൽ നിന്നാണ് മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്നത്. ഈ ചോദ്യം ഇത്രയേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ഒരെണ്ണം കൂടി നമുക്കൊന്ന് കാണണം, കാരണം ഇനിയിപ്പോൾ ഒരു സമയം എനിക്ക് കിട്ടില്ലല്ലോ അത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ എന്തും കൂടി കാണുന്നു. EVPI കാണാനായിട്ട് EVPI നമ്മൾ ഇന്നലെ പഠിച്ചതാണ്. അതിനുള്ളൊരു അവസരം കൂടിയായിട്ട് ഞാൻ എടുത്തതാണ്. ഈക്വൽ ടു ഞാൻ എന്താ പറഞ്ഞത്, EPPI മൈനസ് EMV മാക്സിമം. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം. കേട്ടല്ലോ, ഇതാ നോക്കൂ. EVPI എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റഡ് വാല്യൂ ഫോർ പെർഫെക്റ്റ് ഇൻഫർമേഷൻ. എക്സ്പെക്റ്റഡ് വാല്യൂ ഫോർ പെർഫെക്റ്റ് ഇൻഫർമേഷൻ. പെർഫെക്റ്റ് ഇൻഫർമേഷൻ തരാനായിട്ട് ആരെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ അതിന് എന്ത് വാല്യൂ കൊടുക്കാൻ പറ്റും, അതിന് എത്ര വരെ പൈസ കൊടുക്കാം നമുക്ക്, അത് കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ ഫോർമുലയാണ് EPPI മൈനസ് EMVയുടെ മാക്സിമം. കേട്ടല്ലോ, ഈ EPPI ആണ് നമ്മളിപ്പോൾ ഇനി കണ്ടുപിടിക്കേണ്ടത്. EMV നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ കണ്ടുപിടിച്ചിട്ട് പറഞ്ഞില്ലേ, ഇതാണ് ഏറ്റവും കൂടുതൽ നല്ലത്, EMV 285 കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് കിട്ടുന്നത് EPPI ആണ്. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. EPPI എന്ന് പറയുന്നത് എന്താണെന്നറിയോ, ഇതിൽ ഏറ്റവും ഡാറ്റ അവിടെ ഇത് വെച്ചിട്ട് പറയാം. ഇതിൽ ആ ഡാറ്റകളവിടെ പോയി ഡാറ്റ ചെയ്തിട്ട് എവിടെ വെച്ചത്, 285 എവിടെ വെച്ചു, പോട്ടെ. ഒറ്റ മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റ്. എവിടേക്കോ വെച്ചു ഞാനത്. മാക്സിമം നിൽക്കും, നമുക്ക് നേരിട്ടിട്ട് കണ്ടുപിടിക്കാം. EPPI ഇതിൽ ഈ 0.5 എടുക്കാം. എന്നിട്ട് ഇതിലെ ഏറ്റവും വലിയ ഫിഗർ ഏതാണെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും വലിയ ഫിഗർ ഏതാ? ഇതിൽ 550 ആണ്. 0.5നെ 550 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അടുത്ത് 0.1. ഇതിൽ ഏറ്റവും വലിയ ഫിഗർ ഏതാണെന്ന് നോക്കാം. ഞാൻ പറഞ്ഞു വന്നത് അങ്ങോട്ട് തെറ്റിച്ചു. ഇത് ഈവന്റ് വൈസ് തന്നെയാണ്. നോക്കൂ, ഇതില് ഏറ്റവും വലിയ
ഒറ്റ മിനിറ്റ് കേട്ടോ. ഞാനിതോടെ ചെയ്തു EOLല്ല കണ്ടത്. EOL കണ്ടതിന് ശേഷം ഞാൻ ഓക്കെ 0.5 into 120 നോക്കൂ. EPPI കാണുമ്പോൾ ഇതിൽ തന്നെ വെച്ചിട്ട് ഈ കോൾ എടുക്കാം. ഈ കോളത്തിൽ ഏറ്റവും വലിയ വാല്യൂ ഏതാന്ന് നോക്കാം. അതിനെ ഇതിവിടെ വേണം 0.5നെ ഇതിലെ ഏറ്റവും വലിയ വാല്യൂ എത്രയാണ് 120. 0.5നെ അതിലത്തെ ഏറ്റവും മാക്സിമം വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു പ്ലസ് അടുത്തെടുത്തു 0.1നെ ആ റോയിലെ ഏറ്റവും വലിയ വാല്യൂ ഏതാന്ന് നോക്കാം. എത്രയാണത് 250 പ്ലസ് ഈ റോയില് 0.4 ആണ് അതിന്റെ പ്രോബബിലിറ്റി. അതിൽ ഏറ്റവും വലിയ വാല്യൂ എത്രയാന്ന് നോക്കാം. എത്രയാണ് 700. ഞാനത് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം കൂടി കൂട്ടുമ്പോൾ എനിക്ക് കിട്ടുന്നത് 365 എന്നാണ്. EPPI ഞാൻ ഒന്നും കൂടി പറയുന്നു. ഇതിന്റെ പ്രോബബിലിറ്റി എടുക്കുക. ആ ഈവന്റിലെ ഏറ്റവും വലുത് ഏതാണോ നോക്കുക. അതിന് ഇതാണ് ഏറ്റവും വലുത് കേട്ടോ. മൾട്ടിപ്ലൈ ചെയ്യുക പ്ലസ് ഇതിന്റെ പ്രോബബിലിറ്റി എടുക്കുക. ദാറ്റ് ഈസ് ഇവിടെ ഞാൻ ഇവിടെ എഴുതാം 0.5 0.1 0.4. ഇതിനെ ഇതിലെ ഏറ്റവും വലിയ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0.1നെ ഇതിലെ ഏറ്റവും വലിയ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 0.4നെ ഇതിലെ ഏറ്റവും വലിയ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് 365 കിട്ടി. നമുക്ക് കിട്ടുന്നത് EVPI ആണ്. 365 മൈനസ് നമ്മൾ നേരത്തെ EMV മാക്സിമം കണ്ടുപിടിച്ചിട്ട് 285. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് കറക്റ്റ് 80 എന്ന് കിട്ടും. ആരെങ്കിലും ഇയാൾക്ക് ഇതിന്റെ പെർഫെക്റ്റ് ഇൻഫർമേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ഇൻഫർമേഷൻ തരാം. ഈ റിസ്ക് എന്ന് പറഞ്ഞാൽ തന്നെ പാർഷ്യൽ ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിലാണ്, പ്രോബബിലിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് മുഴുവനായിട്ട് അറിയില്ല. പക്ഷെ ഒരാൾ പറയുന്നത് നാളെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിന് സ്റ്റേറ്റ് ഓഫ് നേച്ചർ ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. പക്ഷേ എനിക്ക് 50 രൂപ തരണം എന്ന് പറഞ്ഞാൽ ഇത് പ്രകാരം നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. അയാൾ 60 പറഞ്ഞാലും കൊടുക്കാം, 70 പറഞ്ഞാലും കൊടുക്കാം, 80 പറഞ്ഞാലും കൊടുക്കാം. അതിൻ്റെ അപ്പുറത്ത് അയാൾ ആവശ്യപ്പെട്ടാൽ അതിൻ്റെ സ്കോപ്പ് ഇല്ല. കാരണം നമ്മൾ കണക്കാക്കി EPPI നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പേ ഓഫ് 365 കേട്ടല്ലോ. അതിൽ നിന്നും നമ്മൾ EMV മോണിറ്ററി വാല്യൂ കുറച്ചു 80 രൂപ വരെയുള്ളൂ. ഈ രൂപയാണ് നമ്മൾ EVPI ആയിട്ട് കണക്കാക്കുന്നത്. അതായത് പെർഫെക്റ്റ് ഇൻഫർമേഷൻ കിട്ടാനുള്ള വാല്യൂ, പെർഫെക്റ്റ് ഇൻഫർമേഷൻ കിട്ടാനുള്ള വാല്യൂ നമ്മൾ കൊടുക്കാൻ ഈ 80 രൂപയാണ്. ഇതിനപ്പുറത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അപ്പൊ അപ് ടു ദിസ് 80 rupees, so long as the rupees is less than 80 or equal to 80, he is ready to pay. അവന് കൊടുക്കാനായിട്ട് കഴിയും. ദാറ്റ്സ് ഓൾ. ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുന്നത്. ഇങ്ങനൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടാവും. കുറച്ച് ചെയ്യാനുള്ള ഇവിടെ EVPI കാണാൻ പറഞ്ഞാൽ EPPI കാണാം, EPPI കാണാൻ എന്ന് പറഞ്ഞാൽ അത് ഈവന്റ് വൈസ് ആണ്. ഇതാണ് ഈവന്റുകൾ, ഇത് ആക്റ്റുകളാണ്, ഇത് സ്ട്രാറ്റജിയാണ്, ഇത് ആക്ഷൻസ് ആണ്, ഇത് സ്റ്റേറ്റ്സ് ഓഫ് നേച്ചർ ആണ്, ഇത് ഈവന്റുകളാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈവന്റ് വൈസ് ആണ് ഇതിന്റെ മുഴുവൻ എടുക്കുന്നത്. ഇതിൽ ഇത് കണ്ടപ്പോഴേ ഈ 0.5നെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് എന്തുകൊണ്ട്? മാക്സിമം വാല്യൂ കൊണ്ടാണ്. 0.1നെ മാക്സിമം വാല്യൂ ഉണ്ട്, 0.4നെ മാക്സിമം വാല്യൂ ഉണ്ട്. എല്ലാം കൂടി കൂട്ടിയപ്പോൾ നമുക്ക് കിട്ടി. പിന്നെ മറ്റോടത്ത് നമ്മൾ EMV കണ്ടിട്ടുണ്ട്, എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ കണ്ടിട്ടുണ്ട്. കുറച്ചപ്പോൾ കറക്റ്റ് ആയിട്ടുള്ളത് കിട്ടി. ഓക്കെ, ഇനി ഈ പ്രോബ്ലത്തിന് ഞാൻ ഒരു ഹോംവർക്ക് തരാം. നിങ്ങൾ ചെയ്യോ ഇല്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം. ഞാൻ അതിൻ്റെ പിറ്റേഴ്സ് അതിൻ്റെ ഉത്തരം ഇടാം. അല്ലാതെ ഇപ്പം ഞാൻ എന്താ ചെയ്യണത്, നിങ്ങളത് ചെയ്യോ ഇല്ലയെന്ന് എനിക്ക് അറിയില്ല. ഇന്നത്തെ പ്രോബ്ലത്തിനും ഇന്നലത്തെ ഹോംവർക്കിന് ഞാനത് അതിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. നാളേക്കുള്ള ഒരു ഇൻട്രഡക്ഷനും കൂടി നമുക്ക് തുടങ്ങിയിട്ട് വേണം നിർത്താനായിട്ട്. ആ നാളേക്കുള്ള ഇൻട്രഡക്ഷൻ കിട്ടണമെങ്കിൽ ഈ ബുക്കൊന്ന് കിട്ടണം. എവിടെയാണ് ഇന്നലെ ഇത് എഴുതിയിട്ട്? യെസ്, ശ്രദ്ധിക്കും. ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പറഞ്ഞു. ഞാൻ ഒന്നും കൂടി ഒന്ന് ആവർത്തിക്കുകയാണ് കേട്ടോ. ഈ പറഞ്ഞത് മുഴുവൻ ഇതിൻ്റെ ടോപ്പും കാണാം.
ഇന്നലെ പറഞ്ഞത് മുഴുവൻ ഒന്ന് ആവർത്തിക്കുകയാണ്, ശ്രദ്ധിക്കും. എന്താണ് ഡിസിഷൻ മേക്കിംഗ്? ഡിസിഷൻ മേക്കിംഗ് ഈസ് ദ സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് ചോയ്സ്, ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്, ബെസ്റ്റ് ആക്ഷൻ ഔട്ട് ഓഫ് ദ സെവറൽ അവൈലബിൾ ടു ഓപ്റ്റിമൈസ്. മാക്സിമം ഉണ്ടാക്കുക അല്ലെങ്കിൽ മിനിമം കണ്ടുപിടിക്കുക, അതിനാണ് ഓപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ആ മാക്സിമത്തിനോ മിനിമത്തിനോ വേണ്ടിയിട്ട് നമ്മൾ അനേക ഓൾട്ടർനേറ്റീവുകൾ ഉണ്ട് നമ്മുടെ മുമ്പിൽ, അതിൽ നിന്നും സെലക്ട് ചെയ്യുക. സെലക്ഷൻ ഓഫ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ഔട്ട് ഓഫ് ദ സെവറൽ അവൈലബിൾ ഈസ് നോൺ ആസ് ദ ഡിസിഷൻ മേക്കിംഗ്. ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഈസ് ആൻ ഇന്നോവേറ്റബിൾ തിങ്. ആൻഡ് ഞാൻ ഇന്നലെ പറഞ്ഞതാണ് ഇതൊക്കെ കേട്ടോ. ഡിസിഷൻ മേക്കിംഗ് ക്യാൻ ബി done under three circumstances. There are three scenarios, three circumstances, three situations. One is decision under certainty, second one decision under risk, third one decision under uncertainty. ഇതൊക്കെ മൂന്നും പറഞ്ഞതാണ്. ആൻഡ് റിസ്കിന്റെ കേസിൽ എന്തൊക്കെയാണ്? ഒന്ന് എക്സ്പെക്ടഡ് വാല്യൂ ക്രൈറ്റീരിയൻ, ദാറ്റ് ഈസ് നോൺ ആസ് എക്സ്പെക്ടഡ് മോണിറ്ററി വാല്യൂ ക്രൈറ്റീരിയൻ എന്നാണത്. എക്സ്പെക്ടഡ് മോണിറ്ററി വാല്യൂ ക്രൈറ്റീരിയൻ, EMV നമ്മൾ കണ്ടുപിടിച്ചു. ആ പ്രോബബിലിറ്റി കൊണ്ട് ആ ഓരോ കോളത്തിന്, അത് അവിടെ കോളങ്ങളാണ്, അത് നിങ്ങൾ മറക്കരുത്. ഇവിടെ കോളങ്ങൾ, ഓരോ പ്രോബബിലിറ്റിയും കോളത്തെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മളത് ചെയ്തത്, കേട്ടല്ലോ. അങ്ങനെ എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ക്രൈറ്റീരിയൻ കണ്ടു. പിന്നെ നമ്മൾ എക്സ്പെക്ടഡ് ഓപ്പർച്യൂണിറ്റി ലോസ് ക്രൈറ്റീരിയൻ കണ്ടു. അതിന് നമ്മൾ എന്താ ചെയ്തത്? കുറച്ച് കൊണ്ടുവരണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു നിങ്ങളോട്. അതിന് നമ്മൾ കുറച്ച് കൊണ്ടുവരണം. അതായത് ലോസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പേപ്പർ എവിടെയാ? ഇതിലാണ് കിടക്കുന്നത്, ഇതിലുമില്ല. ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്നത് ഏറ്റവും മാക്സിമം എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കിയിട്ട്, ആ മാക്സിമത്തിൽ നിന്ന് ഇതിൽ ഏറ്റവും മാക്സിമം എത്രയാണോ എന്ന് നോക്കി, ആ മാക്സിമത്തിൽ നിന്ന് ഓരോന്നും 120യിൽ നിന്നും 35 കുറച്ചു, 120യിൽ നിന്ന് 120 കുറച്ചു, കണ്ടല്ലോ 0. 120യിൽ നിന്നും -100 കുറച്ചു. അത് ഈവന്റ് വൈസ് ആണ്. ഓപ്പർച്യൂണിറ്റി ലോസിന്റെ ടേബിൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോന്നും കുറച്ച് ഈ റോഡ് ഇതെടുത്തു. ഇതിൽ ഏറ്റവും വലിയ വാല്യൂ 250 ആണ്. ഓരോന്നിൽ നിന്ന് 250 കുറച്ചു, 250 നിന്ന് -350 കുറച്ചു, 250 നിന്ന് 200 കുറച്ചു. പിന്നെ ഇതിൽ നോക്കി ഏറ്റവും വലുത് 700 ആണ്. 700 നിന്ന് 550 കുറച്ചു, 650 കുറച്ചു, 700 കുറച്ചു. അതാണ് ഈ കിട്ടിയത്. ഇത് വെച്ചുകൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ എക്സ്പെക്റ്റഡ് ഓപ്പർച്യൂണിറ്റി ലോസ്, അത് ഇങ്ങനെയാണ് കേട്ടല്ലോ. ലോസ് കണ്ട് പേ ഓഫും കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഈ കിട്ടിയതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, +0.1 × 0 +0.4 × 150 അത് കണ്ടുപിടിച്ചു. എയുടെ കിട്ടി, ബിയുടെ കിട്ടി, സിയുടെ കിട്ടി. ഇതിന്റെ പേ ഓഫിന്റെ കേസിൽ വലുതെന്താണോ അതാണ് നമ്മൾ എടുക്കുന്നത്. വലുതെന്താണോ അതാണ് എടുക്കുന്നത് എങ്കിൽ, റിഗ്രറ്റബിളിലാണെങ്കിൽ നമ്മൾ ഏതാണോ കുറവ് ഏതാണോ അതാണ് നമ്മൾ എടുക്കുന്നത്. വലുതല്ല എടുക്കുന്നത്, മറിച്ച് കുറവാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് രണ്ടും പറഞ്ഞു കഴിഞ്ഞതാണ്. പിന്നെ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ, അതാണ് EVPI നമ്മളിപ്പോൾ അവസാനം ചെയ്തത്. എന്തുമാത്രം വില നമുക്ക് കൊടുക്കാൻ തയ്യാറാണ്. നമുക്ക് പറയാണ് പാർഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ല, നിങ്ങൾക്ക് ഫുൾ ഇൻഫർമേഷൻ തരാം. എന്ത് തരണം അത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് EPPI. ഞാൻ പറഞ്ഞു എക്സ്പെക്റ്റഡ് പേ ഓഫ് ഫോർ പെർഫെക്റ്റ് ഇൻഫർമേഷൻ, അതിൽ നിന്നും മൈനസ് എക്സ്പെക്റ്റഡ് മോണിറ്ററി വാല്യൂ, അത് കുറച്ചാൽ കിട്ടുന്നതാണ് എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് പെർഫെക്റ്റ് ഇൻഫർമേഷൻ. അതൊന്ന് നിങ്ങൾ നോക്കിയിരിക്കണം കേട്ടോ, കാരണം അത് ലാസ്റ്റ് ചെയ്ത് ഒന്നും ചെയ്യാനില്ല, വളരെ കുറച്ചേ ചെയ്യാനുള്ളൂ. അതിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് അൺസെർട്ടിനിറ്റിയാണ്. അൺസെർട്ടിനിറ്റിയിൽ 5 സാധ്യതകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആ 5 സാധ്യതകൾ ഈ പ്രോബ്ലമൊക്കെ പെട്ടെന്ന് ചെയ്തു പോകുന്നതാ. എന്നാൽ കുട്ടികൾ അശ്രദ്ധ കൊണ്ടുണ്ടല്ലോ, അശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യമെങ്കിലും നോക്കിയാൽ അവർക്ക് രക്ഷപ്പെടാം. പക്ഷെ ആ നോക്കാത്തതിൻ്റെ പേരിൽ മാർക്കുകൾ വല്ലാതെ പോകുന്നതാണ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതിൽ നിന്നൊരു പ്രോബ്ലം കാണും, വളരെ സിമ്പിളാണ്, അതുകൊണ്ടാണ് അവരത് ഇടുന്നത്. അതിൽ നിന്ന് പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാ. പക്ഷെ എപ്പോഴെങ്കിലും ഒന്ന് നോക്കേണ്ട ഇത് എങ്ങനെ ചെയ്തെന്നുള്ളത്. ഇതിൽ 5 സെക്ഷനാണുള്ളത്. ഒന്ന് ലാപ്ലേസ് ക്രൈറ്റീരിയൻ, അതിൻ്റെ മറ്റൊരു പേരാണ് ഈക്വൽ പ്രോബബിലിറ്റി ഓർ റേഷണാലിറ്റി ഓർ ബേസ് ക്രൈറ്റീരിയൻ. അപ്പോൾ ഇറ്റ് ഈസ് ഹാവിങ് 4 names. One is Laplace criterion,
ഈക്വൽ പ്രോബബിലിറ്റി, റാഷണാലിറ്റി ക്രൈറ്റീരിയൻ, ബേസ് ക്രൈറ്റീരിയൻ. പിന്നത്തെ ഇത് പറയുന്നത് ക്രൈറ്റീരിയൻ ഓഫ് ഓപ്റ്റിമിസം ആണ്. അതിൻ്റെ കീഴിൽ ദർ ആർ ടു കൈൻഡ്സ് ഓഫ് ഓപ്റ്റിമിസം ക്രൈറ്റീരിയൻ. വൺ ഈസ് മാക്സിമാക്സ് ക്രൈറ്റീരിയൻ, അതർ വൺ ഈസ് മിനിമിൻ ക്രൈറ്റീരിയൻ. ഇതൊക്കെ വെറുതെ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്നതാണ് ഇതൊക്കെ. അടുത്തത് ക്രൈറ്റീരിയൻ ഓഫ് പെസിമിസം ആണ്. അതിലുണ്ട് വി ആർ ഹാവിംഗ് ടു ചാൻസസ്. വൺ ഈസ് മാക്സിമിൻ ക്രൈറ്റീരിയൻ and this one is minimax criterion. In this case, you know, the problem is related with the concerned with the pessimism, and this one is concerned with the optimism. And fourth one is minimax regret criterion or savage criterion. അതിൻ്റെ മറ്റൊരു പേരാണ് savage criterion. അപ്പം നമ്മളിവിടെ നമുക്ക് പേ ഓഫ് ടേബിൾ ആയിരിക്കും തന്നിരിക്കുന്നത്. അതിന് മാറ്റിയിട്ട് നമ്മൾ ആദ്യം തന്നെ റിഗ്രറ്റ് ടേബിള് നമ്മൾ ആദ്യമേ ഉണ്ടാക്കണം. നമ്മളിവിടെ റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കിയില്ലേ? ഇതാ ഇത് പേ ഓഫ് ടേബിൾ ആണ് തന്നിരുന്നത്. അതിൽ നിന്ന് റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കി. എന്താ ചെയ്തത്? ഇതിലെ മാക്സിമം വാല്യൂ എടുത്തു. ആ മാക്സിമം വാല്യൂ നിന്ന് ഓരോന്നും കുറച്ചു. ഇതിലത്തെ മാക്സിമം വാല്യൂ എടുത്തു. ഇതാണ്. ഇതിൽ നിന്ന് ഓരോന്നും കുറച്ചു. ഇതിലത്തെ മാക്സിമം വാല്യൂ എടുത്തു. ഇതിൽ നിന്ന് ഓരോന്നും കുറച്ചു. അതുപോലെ നമുക്ക് തന്നിട്ടുള്ള ടേബിളിൽ നിന്ന് ആദ്യം റിഗ്രറ്റ് ടേബിൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തേത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ ഫോമിലേക്ക് അപ്ലൈ ചെയ്യുന്നു. ലാസ്റ്റ് വണ്ണാണ് ഹെർവിക്സ് ക്രൈറ്റീരിയൻ. ഹെർവിക്സ് ക്രൈറ്റീരിയൻ്റെ മറ്റൊരു പേരാണ് ക്രൈറ്റീരിയൻ ഓഫ് റിയാലിസം. അതിലും രണ്ടെണ്ണം ഉണ്ട്, മാക്സിമൈസേഷൻ പ്രോബ്ലം ആൻഡ് മിനിമൈസേഷൻ പ്രോബ്ലം. മാക്സിമൈസേഷൻ പ്രോബ്ലം ഈസ് ഓൾവേസ് റിലേറ്റഡ് വിത്ത് പ്രോഫിറ്റ് മേക്കിംഗ്, യൂട്ടിലിറ്റി മേക്കിംഗ് ആൻഡ് വെൽഫെയർ ഓഫ് ദ ലാബറേഴ്സ്. ഇതൊക്കെ എന്തിനാണ്? മാക്സിമൈസേഷൻ. മിനിമൈസേഷൻ മീൻസ് കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. എങ്ങനെ ഏറ്റവും ചെലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അങ്ങനെ കുറയ്ക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പഠിക്കുമ്പോഴാണ് നമ്മൾ എന്ത് മിനിമൈസേഷൻ പ്രോബ്ലം എടുക്കുന്നത്. ഇത് നമ്മൾ ഒരൊറ്റ പ്രോബ്ലം വെച്ചിട്ട് തന്നെ ഇത് തുടങ്ങണം. അതുകൊണ്ട് അതിന് ഇന്ന് സമയമില്ല. അതുകൊണ്ട് ദാറ്റ് വി വിൽ സീ ടുമോറോ. ദിസ് മച്ച് ഈസ് എനഫ് ഫോർ ടുഡേ.